സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ പാടെ തകരുവാൻ തുടങ്ങിയിട്ട് വർഷം 4 പിന്നിടുന്നു. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ പേരും പ്രശസ്തിയും കടൽ കടന്ന് അങ്ങേക്കരയിലേക്ക് കടന്നു ചെന്ന കെ ശൈലജയുടെ ആരോഗ്യമന്ത്രിയായി തിളങ്ങിയ കാലയളവ് നാടിനാകെ അഭിമാനം നൽകുന്നതായിരുന്നു. കോവിഡ് കാലത്തെ വളരെയധികം കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു കെ ശൈലജ. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടും രണ്ടാം പിണറായി സർക്കാർ കടന്നു വന്നപ്പോൾ ശൈലജയെ ഒഴിവാക്കുകയായിരുന്നു. കെ ശൈലജയുടെ ഒഴിവിലേക്ക് രണ്ടാം പിണറായി കാലത്ത് ആരോഗ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത് മുൻ മാധ്യമപ്രവർത്തക കൂടിയായ വീണ ജോർജ് ആണ്. ചാനൽ മുറിയിലിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ എളുപ്പമല്ല സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ നയിക്കുക എന്നത് ഇപ്പോഴെങ്കിലും വീണയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ആരോഗ്യവകുപ്പിലെ പരിതാപകരമായ അവസ്ഥകൾ പുറത്തു വരുന്നത് പിണറായി സർക്കാരിന്റെ കടുത്ത നാണക്കേടിൽ എത്തിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണക്ഷാമം കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന അവസ്ഥയെക്കുറിച്ചുള്ള യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൻ വിവാദമായി. നമ്പർ 1 കേരളം എന്ന വൻ പ്രചാരണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പൊതുജനാരോഗ്യ രംഗം വെന്റിലേറ്ററിലായ അവസ്ഥയെക്കുറിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഉപകരണങ്ങൾ വാങ്ങാനായി പലർക്കു മുന്നിൽ ഇരക്കേണ്ടി വരുന്നുവെന്നാണ് ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എനിക്ക് മടുത്തു, ഇനി ഒന്നും ഒളിക്കാനില്ല എന്നായിരുന്നു ഡോക്ടർ ഹാരിസ് വെട്ടിത്തുറന്നു പറഞ്ഞത്. വകുപ്പിലെ കുത്തഴിഞ്ഞ അവസ്ഥയെക്കുറിച്ച് നിരന്തരം പരാതിപ്പെട്ടിട്ടും ഒന്നും നടക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. പിന്നീട് സമ്മർദ്ദം, ഭീഷണി ഒക്കെ വന്നതിന്റെ ഫലമായി പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും തന്റെ വകുപ്പിലെ ദയനീയാവസ്ഥയുടെ യഥാർത്ഥ ചിത്രമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ ഇതെങ്കിൽ മറ്റിടങ്ങളിൽ എന്താകും എന്ന വലിയ ചോദ്യം കൂടിയാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഉയരുന്നത്. വകുപ്പ് മേധാവിയുടെ പോലെ സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന മുതിർന്ന ഡോക്ടറുടെ വാക്കുകളെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല. ആദ്യമായല്ല ആരോഗ്യമന്ത്രിയും വകുപ്പും പ്രതിസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. നിരന്തരമായ വീഴ്ചകളുടെ വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. യാതൊരു പക്വതയുമില്ലാത്ത സമീപനങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയിൽ നിന്നും കുറെ കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ MLA-മാർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരാൾ കൂടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് ചിലർ പറയാറുണ്ട്. മന്ത്രിമാർക്ക് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കണമെന്നില്ല. മുൻകാലങ്ങളിൽ അവർ ഏറ്റെടുക്കുന്ന വകുപ്പുകളെ കുറിച്ച് അത്യാവശ്യം ധാരണ ഉണ്ടാകുമായിരുന്നു. ഇനി അറിയാത്തവരാണെങ്കിൽ വകുപ്പിനെ കുറിച്ച് പഠിച്ചെടുക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടായിരുന്നു. മുൻപ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിക്കുമ്പോൾ അതാത് വകുപ്പിനെ കുറിച്ചും ഭരണകാര്യങ്ങളെ കുറിച്ചും ഫയലുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളുകളെയായിരുന്നു പരിഗണിച്ചിരുന്നത്. മന്ത്രിമാരുടെ മുൻപിൽ ഒരു വിഷയം വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ അടക്കം നിർദ്ദേശിക്കേണ്ടതും ഉപദേശിക്കേണ്ടതും പ്രൈവറ്റ് സെക്രട്ടറിമാരടക്കമുള്ള പേഴ്സണൽ സ്റ്റാഫിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാലം അതിനുള്ള കഴിവും വിവരവുമുള്ള ആളുകളെയായിരുന്നു നിയമിച്ചിരുന്നത്. പിണറായി സർക്കാരിന്റെ തുടർഭരണത്തിൽ മിക്കവാറും മന്ത്രിമാർക്കും കൂടെയുള്ളവർക്കും അനുഭവജ്ഞാനമോ ഭരണപരിചയമോ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്ത്രി വീണ ജോർജിന്റെ കാര്യമെടുത്താൽ അവർ ഒരു ചാനലിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ജോലി അവർ കൃത്യമായി ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് വകുപ്പ് എന്താണെന്നോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ യാതൊരു ധാരണയുമില്ല. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും വെച്ച് അവർക്കത് പഠിച്ചെടുക്കുവാൻ താല്പര്യവുമില്ല. എത്രയൊക്കെ ചെയ്താലും പരാതികൾ വരാനിടയുള്ള പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന വകുപ്പ് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി നോക്കേണ്ടതായിരുന്നു. ഇനി സംസ്ഥാന ഭരണം അവസാനിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ മുഖം മിനുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പല കോണുകളിൽ നിന്നും കെ ശൈലജയെ വീണ്ടും രംഗത്തിറക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുമ്പോഴും താൻ തന്നെ എല്ലാം എന്ന് കരുതുന്ന പിണറായി അതിനൊന്നും പച്ചക്കൊടി വീശാത്ത നിലയിലാണ്. ഇനി എങ്ങാനും അവസാന മാസങ്ങളിൽ കെ ശൈലജ കത്തിക്കയറിയാൽ തന്റെ ഇളക്കം പോകുമോ എന്ന ഭയം പിണറായിക്കുണ്ടെന്നാണ് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നത്. അതേസമയം ആറന്മുളയിൽ അടുത്ത അംഗത്തിൽ വീണ ജോർജ് പരാജയപ്പെടുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കോൺഗ്രസ് ദീർഘകാലം കൈയടക്കി വെച്ചിരുന്ന മണ്ഡലം ആയിരുന്നു ആറന്മുള. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയായിരുന്നു വീണ ജോർജ് നിയമസഭയിലേക്ക് എത്തിയത്.
കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കുവാൻ പരമാവധി പരിശ്രമങ്ങളാണ് ആറന്മുളയിൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത്. യുവ തുർക്കികളെ അടക്കം രംഗത്തിറക്കി വീണയെ പരാജയപ്പെടുത്തുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മുതൽ ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മന്റെ പേര് വരെ മണ്ഡലത്തിൽ പരിഗണിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം. മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ ആറന്മുളയിൽ അനായാസം വിജയിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു. BJPക്കും വ്യക്തമായ വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് ആറന്മുള. അതുകൊണ്ട് തന്നെ BJP മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. അതേസമയം വീണയെ അടുത്ത തവണ CPM പരിഗണിക്കില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പിന്റെ കാട്ടിക്കൂട്ടലുകൾ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്നതായാണ് പൊതുവെ ഉയരുന്ന വികാരം.